ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT അപ്ഡേറ്റ്സുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് മൂവീസ് OTT വന്നിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഉയർ എന്ന് പറഞ്ഞ മൂവിയാണ്. തിയേറ്ററുകളിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയ മൂവിയാണ് ഉയർ എന്ന് പറയുന്നത്. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ഇത് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകണു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇതിന്റെ കാര്യം എന്തായാലും തീരുമാനമായിട്ടില്ല. മിക്കവാറും ഓഗസ്റ്റ് മാസം ആദ്യവാരമായിട്ടായിരിക്കും ഇതിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ ചാൻസ്. അടുത്തതായി പാസഞ്ചർ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. ഇതൊരു ഇംഗ്ലീഷ് മൂവി കൂടിയാണ്. ഇത് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്തതായി ചിത്തിനി എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു മലയാളം മൂവിയാണ്. ഇത് മനോരമ മാക്സിൽ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടുകൾ വരുന്നതിനനുസരിച്ച് അടുത്ത ആഴ്ചയായിട്ടാണ് ചിത്തിനി റിലീസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അടുത്തതായി സന്നിധാനം PO എന്ന് പറഞ്ഞ തമിഴ് മൂവിയാണ്. യോഗി ബാബു പ്രധാന കഥാപാത്രമായ ഒന്നൊരു മൂവിയാണ് ഈ സന്നിധാനം PO എന്ന് പറയുന്നത്. പേഴ്സണലി ഞാൻ ഈ മൂവി കണ്ടിട്ടില്ല. ശബരിമലയെ പശ്ചാത്തലമാക്കി വന്നൊരു മൂവിയാണ് ഇതെന്ന് പറയുന്നു. തന്റെ മകനെ ചെറുപ്പത്തിൽ ശബരിമലയിൽ വെച്ച് കാണാതാവുകയും പിന്നീട് ആ മകനെ കണ്ടെത്തുന്നതുമായിട്ടുള്ളൊരു സ്റ്റോറിയാണെന്നാണ് കേട്ടത്. ഇത് സിംപ്ലി സൗത്തിൽ ജൂലൈ 17 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അടുത്തതായി ദ ഈസ്റ്റ് പാലസ് എന്ന് പറഞ്ഞ ഒരു സൗത്ത് കൊറിയൻ സീരീസ് ആണ്. ഇത് ജൂലൈ 17 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ത്രില്ലർ സീരീസ് ആണ്. അടുത്തതായി ബാലൻ ദി ബോയ് എന്ന് പറഞ്ഞ മലയാളം മൂവിയാണ്. തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന മൂവി കൂടിയാണ് കേട്ടോ ബാലൻ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി വളരെയധികം വർക്കായ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. ഇത് C5 ഓഗസ്റ്റ് മാസത്തിലായിട്ട് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. C5 ആണ് എന്തായാലും OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത്. അടുത്തതായി സാമന്ത പ്രധാന കഥാപാത്രമായി വന്ന മാ ഇന്ദി ബംഗാരം എന്ന് പറഞ്ഞ മൂവിയാണ്. ഇത് വളരെയധികം പ്രേക്ഷക സ്വീകാര്യത നേടിയ ഒരു മൂവി കൂടിയാണ്. ഇതൊരു തെലുങ്ക് മൂവിയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ജൂലൈ 17 സ്ട്രീമിംഗ് ആരംഭിക്കും. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അടുത്തതായി ദ വിസ്പർ മാൻ എന്ന ഇംഗ്ലീഷ് ഹൊറർ മൂവിയാണ്. ഇത് ഓഗസ്റ്റ് 20 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അടുത്തതായി ഒരു ഹിന്ദി സീരീസ് ആണ്. ആദർശ് ബാൽ വിദ്യാലയ എന്നാണ് സീരീസിന്റെ പേര്. ഇത് ആമസോൺ പ്രൈമിൽ ജൂലൈ 24 സ്ട്രീമിംഗ് ആരംഭിക്കും. ഇത് കോമഡി പ്ലസ് ഒരു ഇമോഷണൽ കാറ്റഗറിയിൽ വരുന്നൊരു മൂവിയാണ്. അടുത്തതായി ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന ഹിന്ദി വെബ് സീരീസ് ആണ്. ഇത് കാർഗിൽ യുദ്ധത്തെ ആസ്പദമാക്കി വന്നൊരു സീരീസ് ആണ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ ഓഗസ്റ്റ് 7 സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി എലൈറ്റ് ഫോഴ്സ് എന്ന ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ്. ഇതും നെറ്റ്ഫ്ലിക്സിലാണുള്ളത്. ജൂലൈ 22 നെറ്റ്ഫ്ലിക്സിൽ എലൈറ്റ് ഫോഴ്സ് സ്ട്രീമിംഗ് ആരംഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ OTT അപ്ഡേറ്റ്സുകൾ എന്ന് പറയുന്നത്. നിങ്ങളിതിൽ ഏത് മൂവിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്? അതുപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള മൂവീസ് ഉണ്ടോ? നിങ്ങളുടെ കമന്റ്സുകളൊക്കെ രേഖപ്പെടുത്തുക. പുതിയ OTT അപ്ഡേറ്റ്സുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമാ വാർത്തകളെ കുറിച്ച് അറിയുന്നതിനും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.